ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ വിപുലമായ ക്യാമ്പയിൻ ജനങ്ങളുമായി സംവദിക്കുകയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു പുതിയ നൂതനമായ ആശയമാണ് സർക്കാർ ഒന്നാകെ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. മുഖ്യമന്ത്രിയടക്കമുള്ള എല്ലാ മന്ത്രിമാരും അതുപോലെ എല്ലാ ചീഫ് സെക്രട്ടറി എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും ഈ 140 മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംവദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 18-ാം തീയതി തിങ്കളാഴ്ച രാവിലെ കൊട്ടാരക്കരയിലും നവകേരള സദസ്സിൻ്റെ സ്വീകരണ പ്രവർത്തനങ്ങളാണ്. അന്ന് രാവിലെ തലേദിവസം 17-ാം തീയതി വൈകിട്ട് തന്നെ അടൂരിൽ നിന്ന് കൊട്ടാരക്കര എത്തിച്ചേരും. ഇവിടെ ക്യാമ്പ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണവും കൊട്ടാരക്കര, കുന്നത്തൂർ, പുനലൂർ, പത്തനാപുരം ഈ 4 മണ്ഡലങ്ങളിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുമായുള്ള സംവാദവും നടക്കും. അവിടെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരിന് ആവശ്യം മറുപടിയൊക്കെ നൽകി ആവശ്യം സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ആളുകൾക്ക് നിവേദനം കൊടുക്കാനുള്ള കൗണ്ടറുണ്ട്. നാടിനെ സംബന്ധിച്ച് വ്യക്തിപരമായി, കുടുംബപരമായി, സംഘടനാപരമായി ഒക്കെ ഓരോരുത്തർക്കും നൽകാൻ കഴിയുന്ന നിവേദനങ്ങളുടെ സ്വീകരിക്കുകയും അതിനാവശ്യമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മറ്റൊന്നുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ഈ നവകേരള സദസ്സിൻ്റെ പൊതു സ്വീകരണ പരിപാടി ആരംഭിക്കും. അപ്പോൾ 2 മണി മുതൽ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും സുപ്രസിദ്ധയായിട്ടുള്ള നാടൻ പാട്ടുകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ ഗാനമേള അടക്കം തുടങ്ങി കലാപരിപാടി ഉണ്ടാവും. ഒരു 3-3:30 കൂടി മന്ത്രിമാർ എത്തിച്ചേരുകയും അവർക്ക് ആവശ്യ സ്വീകരണം കൊടുത്ത് ഏറ്റവും കൊട്ടാരക്കരയെ സ്വാഭാവികമായിട്ടും കൊട്ടാരക്കര കഥകളിയുടെ നാടാണ്. അപ്പോൾ ആ നിലയിലേക്കുള്ള കഥകളി എന്നൊരു ചിന്ന കലാരൂപത്തെ ഉയർത്തിക്കാട്ട തരത്തിലുള്ള സ്വീകരണ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മന്ത്രിമാരെയും നാട്ടിൽ സ്വീകരിക്കും. വരുന്ന ആളുകൾ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുക പ്രതീക്ഷിക്കുന്നത്. ആ വരുന്ന ആളുകൾക്കെല്ലാം അത്യാവശ്യം കുടിവെള്ളവും ലഘുഭക്ഷണം കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇതിനിടയിൽ കൊട്ടാരക്ക എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ ചില രാഷ്ട്രീയ കാരണങ്ങളായാലും ബഹിഷ്കരിക്കുന്നതിൽ പോലും എല്ലാവരും എല്ലാ വിഭാഗം ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവർ, സാമുദായിക സംഘടനാ പ്രവർത്തകർ, മറ്റ് സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ അടക്കം, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ആശാവർക്കർമാർ, അംഗനവാടി വർക്കർമാർ, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമൊട്ടവർ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന ഏറ്റവും ആവേശകരമായ കാഴ്ചയാണ് കൊട്ടാരക്കരയിൽ കാണുന്നത്. മാത്രമല്ല കേരളത്തിലെമ്പാടും കാണുന്നത്. അപ്പോൾ നിശ്ചയമായും സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കം അക്കാര്യത്തിലില്ല. ഇതിനിടയ്ക്കെല്ലാം ഈ നവകേരള സദസ്സുമായി തുടങ്ങിയ നാൾ മുതൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ കുപ്രചരണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നവകേരള സദസ്സുമായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 പ്രളയത്തെയും അതുപോലെ കോവിഡ് കാലത്തെയും ഏറ്റവും സമർത്ഥമായ ജനങ്ങളെ ചേർത്ത് പിടിച്ച കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ് ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ചേർത്ത് കൊടുക്കുന്ന ഈ നവകേരള സദസ്സ് ഉറപ്പായി നാടിൻ്റെ ചരിത്ര സംഭവമായി മാറും, തർക്കമില്ല. കൊട്ടാരക്കരയിലെ ചരിത്ര സംഭവമായി മാറും. കൊട്ടാരക്കര നഗരസഭ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ ആവശ്യ പ്രവർത്തനം സാമ്പത്തികമായും എല്ലാം അർത്ഥത്തിലും നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ ആവശ്യ പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. ഷാജി AS CPI കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ സംഘാടന പ്രവർത്തനമാണ് കൊട്ടാരക്കരയിൽ ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള വൈവിധ്യങ്ങളായ ബോർഡുകളായാലും ഫോൾഡിങ്ങുകളായാലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളായാലും എല്ലാം വളരെ ഗംഭീരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും മുഴുവൻ ഭരണാധികാരികളും ഒരുമിച്ച്, മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും നിവേദനങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ആദ്യമായിട്ടായിരിക്കും. അത്തരത്തിൽ ഇത് വളരെ വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നു വരുന്നത്. ഇതുവരെയുള്ള കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലത്തോളമായി ഈ ജനകീയ സദസ്സ് എന്ന പരിപാടി ആരംഭിച്ചിട്ട് ഇതുവരെയുള്ള അനുഭവം പരിശോധിച്ചാൽ വളരെ വലിയ ജനകീയ അംഗീകാരവും അതുപോലെ തന്നെ ജനശ്രദ്ധയും ജനപങ്കാളിത്തവും ഒന്നിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ് ഈ ജനകീയ സദസ്സ് എന്ന് പറയുന്നത്.
കൊട്ടാരക്കരയിൽ ഒട്ടും വ്യത്യസ്തമല്ലാത്ത തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 17-ാം തീയതി വൈകുന്നേരം നമ്മുടെ ജില്ലാതിർത്തിയിൽ ഏനാത്ത് അന്ന് വൈകുന്നേരം 17-ാം തീയതി വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി നമ്മുടെ ജില്ലാതിർത്തിയിൽ പ്രവേശിക്കും. പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് ഇവിടെ കൊട്ടാരക്കര ആയിരിക്കും അവർ താമസിക്കുക. അതിനുശേഷം 18-ാം തീയതി രാവിലെ 9 മണിക്ക് ജൂബിലി മന്ദിരം ഓഡിറ്റോറിയത്തിൽ കൊട്ടാരക്കരയുടെ പരിച്ഛേദമായ 200 വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 200 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം, നാടിൻ്റെ ആവശ്യങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ല എല്ലാ മേഖലകളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികൾ മുതൽ ഏറ്റവും വലിയ വ്യവസായികൾ, വ്യവസായ പ്രമുഖർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ രാവിലെ നടക്കുന്ന ഒരു പരിപാടി. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടി 21 കൗണ്ടറുകൾ ജൂബിലി മന്ദിരത്തിന് തൊട്ടപ്പുറമുള്ള ബ്രദറൻ ഹാളിലാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. 21 കൗണ്ടറുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ 21 കൗണ്ടറുകളിൽ ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ സ്വീകരിക്കാനുള്ള ക്രമീകരണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഉദ്യോഗസ്ഥർ ആ കൗണ്ടറുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ, അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലൊരു കൗണ്ടർ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായി സംവരണം ചെയ്തിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഒരു കൗണ്ടർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതുമായിരിക്കും. ബാക്കി 19 കൗണ്ടറുകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥരിരുന്ന് അവരുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. വെറുതെ നിവേദനം സ്വീകരിക്കുകയല്ല, ആ നിവേദനം സ്വീകരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നവ വരുന്ന 45 ദിവസത്തിനകം നിർബന്ധമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അത് പരിശോധിച്ച് പരിഹരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, നാടിൻ്റെയും അതുപോലെ തന്നെ വ്യക്തിപരമായുള്ളതുമായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിവേദനം സ്വീകരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം അന്ന് വൈകിട്ട് 4 മണിക്ക് പിന്നീട് പത്തനാപുരവും പുനലൂരും നവകേരള സദസ്സിൻ്റെ പരിപാടി നടക്കും. അവിടേക്ക് മന്ത്രിമാരെല്ലാം പോകും. അന്ന് തന്നെ വൈകിട്ട് തിരിച്ച് വീണ്ടും കൊട്ടാരക്കരയിൽ എത്തിച്ചേരും. മന്ത്രിമാർ മുഴുവൻ, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മുഴുവൻ കൊട്ടാരക്കരയിൽ എത്തിച്ചേരും. ജൂബിലി മന്ദിരത്തിൻ്റെ ആ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ്. അത് പ്രത്യേകമായി പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30,000-ഓളം സ്ക്വയർ ഫീറ്റ് പന്തൽ, 10,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. പന്തലിൻ്റെ പണി ഏതാണ്ട് 80% നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള അല്പം മിനുക്ക് പണികൾ കൂടിയുണ്ട്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്നും നാളെയും ഒക്കെയായി അതെല്ലാം പൂർത്തീകരിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 20,000-ഓളം ആളുകൾ ഈ ചടങ്ങിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അവർ വന്നു ചേരുന്നതിനാവശ്യമായ വാഹന ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായ സജ്ജീകരണങ്ങളെല്ലാം മറ്റ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വാഹനങ്ങൾ, ഈ ആളുകളെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 18-ാം തീയതി 4 മണിക്കാണ് ആദ്യം 3 മന്ത്രിമാർ സ്റ്റേജിലേക്ക് എത്തും. അതിനുശേഷം മുഖ്യമന്ത്രി അടക്കം മറ്റു മന്ത്രിമാരും സ്റ്റേജിലേക്ക് എത്തും. അങ്ങനെയാണ് ആ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. വന്നുചേരുന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ ഏതാണ്ട് 1 മണി മുതൽ തന്നെ അവിടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പ്രധാനമായി പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും അതിനനുബന്ധമായ മറ്റു ചില കലാപരിപാടികളുമാണ് ആലോചിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3 മണി വരെ അത് തുടരും. 3 മണിക്ക് ശേഷം ആ സ്റ്റേജ് ഒഴിഞ്ഞിട്ട് ബാക്കി നവകേരള സദസ്സിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാവും ഉണ്ടാകുക. വിവിധ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ അവരവരുടേതായ ഉത്തരവാദിത്വം നിർവഹിച്ച് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരികയാണ്. വിവിധ സബ് കമ്മിറ്റികൾ, 9 സബ് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ 9 സബ് കമ്മിറ്റികളും പ്രത്യേകമായി യോഗം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്.
എന്തുകൊണ്ടും കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു ജനസഞ്ചയത്തെ ആയിരിക്കും 18-ാം തീയതി നമ്മൾ ദർശിക്കാൻ പോകുന്നത്. ഇതിൽ പിന്നെ ചിലരെല്ലാം ഇതിനെ രാഷ്ട്രീയമായി ഒക്കെ കാണുന്നുണ്ട്. അതിൽ നമുക്ക് പരിഭവങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പോലും, രാഷ്ട്രീയമായി ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ പോലും ഇതിനോടൊപ്പം സഹകരിക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ച കൂടി കേരളത്തിൽ എവിടെയും കാണുന്നുണ്ട്. കൊട്ടാരക്കരയിലും അതുതന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് സംഘാടകർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏവർക്കുമുള്ളത്. ഒരു വലിയ ജനപിന്തുണയുള്ള, ജനകീയ അംഗീകാരമുള്ള, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതിൻ്റെ സംഘാടക സമിതിയുടെ മുഖ്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ADM ആണ്. അതുപോലെ തന്നെ തഹസിൽദാരുണ്ട്. പിന്നെ വിവിധ വകുപ്പ് മേധാവികൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു വരികയാണ്. AISF കൊല്ലം ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ്. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം എഴുതി ചേർക്കുന്ന വികസന പന്താവിൽ പുതിയൊരു ഏടുകൂടി ആവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് നവകേരള സദസ്സ്. കേരളത്തിൻ്റെ വികസന പന്താവിൽ വലിയ മാറ്റം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ലോകത്ത് തന്നെ കേട്ടിട്ടില്ലാത്ത നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് നമുക്ക് മുൻപ് കേട്ടുകേൾവിയില്ലാത്തതാണ്. ആ നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മന്ത്രിസഭയാകെ ഇറങ്ങി വന്നുകൊണ്ട് യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സംസ്ഥാനത്താകമാനം നടക്കുന്ന വിപുലമായ ഒരുക്കങ്ങളുടെ ഭാഗമായി കൊട്ടാരക്കരയിൽ കുറച്ചുകൂടി നന്നായി ആ പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് സംഘാടകർ അടക്കമുള്ള ആളുകൾ തീരുമാനിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചെല്ലാം തന്നെ പിന്നെ പരിപാടിയുടെ മുഖ്യ സംഘാടകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയപ്പെട്ട A ഷാജി സാഹിബ് സൂചിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നവകേരള സദസ്സ് എത്തുമ്പോൾ കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ജനബാഹുല്യമായിരിക്കും ഇവിടെ ആ നവകേരള സദസ്സിൽ ഉണ്ടാവുക. അത് സംസ്ഥാന സർക്കാരിന് കൊട്ടാരക്കര നൽകുന്ന വലിയ പിന്തുണയുടെ കൂടി അടയാളമായി തീരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ.